മൈ ലൈഫ് പാർട്ണർ എന്ന പുരസ്കാരത്തിനർഹമായ ചിത്രത്തിനു ശേഷം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് രൂപാന്തരം. ഗോവ ചലച്ചിത്രമേളയിൽ രൂപാന്തരം പ്രദർശിപ്പിച്ചിരുന്നു. IFFKയിൽ ഉൾക്കൊള്ളിക്കാൻ അപേക്ഷിച്ചിരുന്നെങ്കിലും തഴയപ്പെട്ടു. മലയാള സിനിമാ വിഭാഗത്തിൽ 2012 വരെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ രൂപാന്തരത്തെ തഴഞ്ഞത് ബോധപൂർവമാണെന്ന് സംവിധായകൻ. എനിക്ക് അവരോടൊന്നും വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല. ഇനിയും എന്താണ് എൻ്റെ ഹൈറ്റ് കണ്ടിട്ടാണോ ഇനി മുടിയില്ലാത്തതാണോ അവർക്ക് എന്നോട് അത് ഞാൻ നേരിട്ടൊരു വലിയ പ്രശ്നമാണത്. ലോക സിനിമയിലേക്ക് നമ്മുടെ സിനിമകൾ എത്താതെ നമ്മളെപ്പോലുള്ളവരെ വളർത്താൻ വേണ്ടി ഇവർ അധികാരപ്പെട്ടവരാണ്. അവരതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവർ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് നടത്താതെ നമ്മളെ തഴയുന്നൊരു പ്രവണത എനിക്ക് മാത്രമല്ല ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ചിത്രത്തെ തഴഞ്ഞതിലെ നിരാശയും രോഷവും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കൊച്ചിപ്രേമൻ മറച്ചുവെക്കുന്നില്ല. വളരെയധികം നിരാശയാണ്. വെറും തമാശ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് കാര്യമാത്ര പ്രസക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അത് മറ്റ് ഫെസ്റ്റിവലുകൾ കാണിച്ച് വളരെയധികം പേരുകൾ പ്രശസ്തിയും നേടിയെടുക്കാൻ കഴിഞ്ഞ ആ ഒരു പടം നമ്മുടെ ഫെസ്റ്റിവലിൽ കാണിക്കില്ല എന്ന് വെച്ചാൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് തന്നെയാണ്. അങ്ങറ്റത്തെ വിഷമമുണ്ട്. തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടിയ സിനിമകളെ IFFKയിൽ ഉൾപ്പെടുത്തുമ്പോൾ സമാന്തര സിനിമകളെ തടയുന്നതാണ് സംഘാടകരുടെ നിലപാടെന്നും വിമർശനമുണ്ട്. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.